അർജുൻ മട്ടന്നൂരാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അപ്പോ നമുക്ക് ആ വാർത്തയിലേക്ക് കിടക്കല. അർജുൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റോഷ്നി, വെങ്കി. പാതിവില തട്ടിപ്പ് ഇപ്പോൾ അതിൽ ക്രൈംബ്രാഞ്ച് പരിശോധന എന്നും തുടരും അല്ലേ? മാത്രമല്ല, ഈ അനന്തകൃഷ്ണന്റെ ഓഫീസുകളിൽ പരിശോധന ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. അതിനുശേഷം കസ്റ്റഡി അപേക്ഷയും ഉടൻ ഉണ്ടാകുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ അർജുൻ. അതെ, ഈ രേഖകൾ പരിശോധിച്ച ശേഷം കസ്റ്റഡി അപേക്ഷ അല്ലേ? വെങ്കി, അതായത് ഇന്നലെ ക്രൈംബ്രാഞ്ച് ഈ കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന അനന്തകൃഷ്ണന്റെ സ്ഥാപനത്തിൽ ഇന്നലെ റെയ്ഡ് നടത്തിയിരുന്നു. നിരവധി രേഖകളടക്കം അവിടെ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. നേരത്തെ പോലീസ് അവിടെ ഒരു ഘട്ടത്തിൽ അവിടെ എത്തുകയും തെളിവെടുപ്പടക്കം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നും ഈ മറ്റ് ഓഫീസുകളിൽ, പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ തന്നെ കളമശ്ശേരിയിൽ ഓഫീസുണ്ട്, കലൂരിൽ ഓഫീസുണ്ട്, അതോടൊപ്പം തന്നെ മറൈൻ ഡ്രൈവിനടുത്ത 2 ഫ്ളാറ്റുകളുണ്ട്, അതോടൊപ്പം തന്നെ ഈ കടവന്ത്രയിലെ ഈ ഒരു ഓഫീസുണ്ട്. ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളുണ്ട്. മറ്റൊരു കാര്യം, ഈ ഇടുക്കി ഭാഗത്ത്, അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ടയിലൊക്കെ തന്നെ ഈ അനന്തകൃഷ്ണൻ വാങ്ങിക്കൂട്ടിയ ഭൂമികളുണ്ട്. അവിടെയൊക്കെ തന്നെ എത്തി പരമാവധി വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. നിലവിൽ പോലീസ് ശേഖരിച്ച വിവരങ്ങൾ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ പുതിയ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിക്കണം. അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി അടുത്ത ദിവസങ്ങളിൽ തന്നെ അനന്തകൃഷ്ണനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് സാധ്യത. എന്തായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനും സാധ്യതയുണ്ട്. റോഷ്നി, മറ്റൊന്ന്, ഈ കയർ ബോർഡിലെ തൊഴിൽ പീഡന പരാതിയിൽ MSME മന്ത്രാലയം നിയോഗിച്ച സമിതിയുടെ തെളിവെടുപ്പ് അത് ഇന്നും തുടരും. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം അല്ലേ അർജുൻ? റോഷ്നി, അന്വേഷണം കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ കയർ ബോർഡ് ആസ്ഥാനത്ത്, കൊച്ചിയിലെ കയർ ബോർഡ് ആസ്ഥാനത്ത് എത്തി വിവരങ്ങൾ ശേഖരിക്കുകയും മൊഴിയെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി കുടുംബത്തിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് സഹപ്രവർത്തകരുടെയും ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതും ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. എന്തായാലും കൂടുതൽ ആരോപണങ്ങൾ ഈ കയർ ബോർഡ് ചെയർമാനെതിരെയും സെക്രട്ടറിക്കെതിരെയും വരികയാണ്. പ്രത്യേകിച്ച് മുൻപ് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ, അതോടൊപ്പം തന്നെ അഗർത്തലയിലെ ഒരു മലയാളി ജീവനക്കാരൻ്റെ അമ്മയടക്കം ഇന്നലെ നമ്മളോട് ഈ കയർ ബോർഡിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അത്രമേൽ വലിയ തൊഴിൽ പീഡനം ആ സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട് എന്ന് ഓരോരുത്തരും ഓരോ ദിവസവും പറയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായും MSME ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് തുടങ്ങുന്ന ചില ആരോപണങ്ങൾ ഈ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും മറ്റും വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് നമുക്ക് അറിയാൻ കഴിയും. അത്തരത്തിൽ എന്തായാലും അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇന്നും കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തും. റോഷ്നി.